ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് തമിഴ്നാട്ടിലുള്ള ഷാലോം എന്ന് പറയുന്ന നാടൻ പശുക്കൾ മാത്രം അടങ്ങിയ ഒരു ഡയറി ഫാമാണ്. അതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഷാലോം ഡയറി ഫാമിൽ മെയിനായിട്ടുള്ളത് ഗീർ, സഹിവാൾ എന്നീ പശുക്കളാണ്. അല്ലാതെ ഒരുവിധപ്പെട്ട ഇന്ത്യയിലുള്ള എല്ലാ നാടൻ ബ്രീഡ് പശുക്കളും ഇവർ ഡീലർഷിപ്പ് ചെയ്യുന്നുണ്ട്. അത് കേരളത്തിലെ ഏത് ജില്ലയിലേക്ക് വേണമെങ്കിലും ഒരു ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആയിട്ട് അവർ കൊണ്ടുതരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ഏകദേശ വില വിവരങ്ങളൊക്കെ ഞാനൊന്ന് പറയാം. ഏകദേശം മെയിനായിട്ട് വരുന്ന ഗീർ, സഹിവാൾ എന്നീപ്പെട്ട നാടൻ പശുക്കളൊക്കെ ഏകദേശം 1.5 വയസ്സ് മുതൽ 2 വയസ്സ് വരെയൊക്കെ പ്രായമായ കിടാക്കുട്ടികളുടെ അവിടെ വരുന്ന വിലയെന്ന് പറയുന്നത് ഒരു 30,000 മുതൽ 35,000 വരെയാണ്. ഈ തരത്തിലുള്ള കാൻഗ്രേച്ചിൻ്റെ ഒക്കെ വില വരുന്നത് ഏകദേശം 80,000 രൂപയാണ്. ഈ ഒരു പശുവിന് ഏകദേശം ഇതിനൊരു 16 ലിറ്ററോളം കപ്പാസിറ്റി ഉണ്ട്. ഇത് ഓൾറെഡി സോൾഡ് ഔട്ട് ആയ ഒരു പശുവാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതേപോലെ ഗീർ, സഹിവാൾ അല്ലെങ്കിൽ രാത്കി എന്നൊക്കെ പറയുന്നത്, അതേപോലെ ക്രോസ് ബ്രീഡുകളൊക്കെ ഉള്ള പശുക്കളുണ്ട് നാടൻ ബ്രീഡിലൊക്കെ തന്നെ വരുന്നത്. അതിൻ്റെ പാൽ കപ്പാസിറ്റി വെച്ചിട്ട് ഇതിൻ്റെ റേറ്റിൽ വ്യത്യാസം വരും. ഏകദേശം ഒരു 8 മുതൽ 10 ലിറ്റർ ഒക്കെ ദിവസം കിട്ടുന്ന പശുക്കൾക്ക് ഏകദേശം ഒരു 65,000 രൂപയാണ് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ 12 മുതൽ 14 അതിന് മുകളിലോട്ടൊക്കെ നമ്മുടെ മിൽക്ക് കപ്പാസിറ്റി വരുമ്പോൾ ഏകദേശം ഒരു 85,000, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് മുകളിലോട്ടൊക്കെ ആവാനാണ് ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ ഇവരുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 50% നമ്മൾ അഡ്വാൻസ് ലോഡിങ്ങിന് മുന്നായിട്ട് നമ്മൾ 50% കൊടുക്കണം. അതിനുശേഷം നമുക്ക് നാട്ടിൽ ഡെലിവറി ചെയ്തതിന് ശേഷം മാത്രം മതി ബാക്കി 50% പേയ്മെൻറ്റ്. ഇത് കറക്റ്റ് പ്ലേസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നമ്മുടെ നിയർ വള്ളിയൂറിനടുത്ത് തിരുനെൽവേലി ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ ഞാൻ ഇതിൽ തന്നെ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പശുവിൻ്റെ അവൈലബിൾ നിങ്ങൾക്ക് ഏതാണോ നാടൻ ബ്രീഡുകൾ വേണ്ടത് അതിൻ്റെ വില വിവരങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് എത്ര എണ്ണം വേണം എന്നൊക്കെ ഉള്ളത് റിക്വയർമെൻറ്റ് എടുക്കുക. അതനുസരിച്ചിട്ട് അവിടെ അവൈലബിൾ സ്റ്റോക്ക് ആണെങ്കിൽ അവർ അറിയിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഈ ബ്രീഡുകളല്ലാതെ ഏതിനത്തിൽപ്പെട്ട ഇന്ത്യൻ ബ്രീഡുകൾ വേണമെങ്കിലും അവർ അറേഞ്ച് ചെയ്ത് തരും. അല്ലാതെ ഇവിടെ HF, ജേഴ്സി അങ്ങനെയുള്ള ഹൈബ്രിഡ് പശുക്കളൊന്നും ഇവർ ഡീലർഷിപ്പ് ചെയ്യുന്നില്ല. ഓൺലി നാടൻ പശുക്കൾ മാത്രമേ ഉള്ളൂ. അതായത് ഗീർ, സഹിവാൾ, പിന്നെ കാങ്കേജ്, അങ്ങനെ ഏതെല്ലാം ഇന്ത്യയിലുള്ള നാടൻ പശുക്കളുണ്ടോ അതിൻ്റെ എല്ലാം ഡീലർഷിപ്പ് ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം വേണം എന്നുള്ളതൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ എൻക്വയറിയിൽ പറയുക. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നമ്മൾ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞതുപോലെയാണ്, വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. മിനിമം ഒരു പശുവിന് തൊട്ട് അവർ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ റെഡിയാണ്. പക്ഷേ നമ്മൾ ഒരു പശുക്കളൊക്കെ വാങ്ങുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലെത്തുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് തന്നെ ഏകദേശം ഒരു 10,000 രൂപയോളം ഓവർ ഹെഡായിട്ട് നമുക്ക് ഒരു പശുവിന് വരും. നമ്മളൊരു 10 പശുവിന് വാങ്ങുവാണെങ്കിൽ ഒരു 10,000 നമുക്ക് ഏകദേശം ഒരു 4 കുറയ്ക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ 3-4 പേരൊക്കെ ചേർന്നിട്ട് ഇതേപോലെ നാടൻ പശുക്കളെ വാങ്ങാൻ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ 3-4-5 പേര് ചേർന്ന് വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. അതായത് ട്രാൻസ്പോർട്ടേഷനിൽ വരുന്ന എക്സ്ട്രാ ആയിട്ട് വരുന്ന എമൗണ്ട് നമുക്ക് കുറയ്ക്കാം. അത് അപ്പം തന്നെ നമുക്ക് പശുവിൻ്റെ ഓവർ ഹെഡ് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു പശു ആണെങ്കിലും അവർ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യും. പക്ഷെ നമ്മൾ ഒരെണ്ണമായിട്ട് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഓവർ ഹെഡ് വളരെ അധികമാണ്. അപ്പോൾ ഏകദേശം 1 മുതൽ 2 പശുക്കളൊക്കെ ആണെങ്കിൽ അവർ കിലോമീറ്റേഴ്സിന് ചാർജ് ചെയ്യുന്നത് 13 രൂപയാണ്. 13 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എത്ര കിലോമീറ്ററാണ് നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഇപ്പോൾ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഈ വള്ളിയൂർ വരെയുള്ളത് എത്ര കിലോമീറ്റർ ആണെന്ന് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് കൂട്ടിയിട്ട് വേണം ×13 ചെയ്യാൻ. അതിപ്പം നമ്മൾ പശുക്കളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ചാർജ് കൂടും. ഒരു 6 പശു അതിന് മുകളിലോട്ടൊക്കെ പോകുമ്പോൾ വലിയ വണ്ടികളാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 20 മുതൽ 22 രൂപയ്ക്ക് വരെ വരും. അതിൻ്റെ വേരിയേഷൻ ട്രാഫിക് കണ്ടീഷനൊക്കെ അനുസരിച്ചിട്ട് ഇവർ കൂടും. കാരണം ഒരുപാട് ട്രാഫിക് ഉണ്ടെങ്കിൽ വരാനുള്ള താമസ സമയം കൂടുന്നതനുസരിച്ചിട്ട് ചിലപ്പോൾ 1-2 രൂപ അങ്ങോട്ടും വേരിയേഷൻ വരത്തുള്ളൂ. മാക്സിമം ഈ ഒരു റേഞ്ചാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവർ കേരളത്തിലെ ഇപ്പോൾ 2-3 ആഴ്ചകളായിട്ട് തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൊല്ലം, ട്രിവാൻഡ്രം അങ്ങനെ ഏരിയയിലെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരുടെയൊക്കെ ഈ കൊണ്ടുവന്ന ആൾക്കാരുടെ ഒക്കെ എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഷെയർ ചെയ്ത് മേടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവരോട് കോൺടാക്ട് ചെയ്തിട്ട് നേരത്തെ കൊണ്ടുവന്ന അല്ലെങ്കിൽ കൊല്ലത്തേക്കോ അതുപോലെ തന്നെ തൃശ്ശൂർ തന്നെ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ട്രിവാൻഡ്രം, കൊല്ലം അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ ഡിസ്ട്രിക്റ്റിലായിട്ടും ഇവർ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ക്ലയൻസിൻ്റെ അല്ലെങ്കിൽ മലയാളീസിൻ്റെ നമ്പർ മേടിച്ചിട്ട് നിങ്ങൾക്ക് അവരുടെ എങ്ങനെയുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഷെയർ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും. നമ്മൾ പല പശുക്കളും പല ഫാമുകളിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത മലയാളീസിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് മേടിക്കുകയാണെങ്കിൽ അത് ഒരുപാട് ബെനിഫിറ്റിലായിരിക്കും. ഇപ്പം നമുക്ക് ഒരുപാട് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മേടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്യാം. പശുക്കളുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം പുതിയ വാങ്ങാൻ പോകുന്നവർക്ക് ഇപ്പോൾ നല്ലൊരു ഫാം ആണെങ്കിൽ അപ്പോൾ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മളിപ്പോൾ ഏത് പശുവിനെ എവിടെ നിന്ന് വാങ്ങണം എന്ന് കൺഫ്യൂഷനിലിരിക്കുകയാണ് നമ്മുടെ ഗ്രൂപ്പിലെ പല മെമ്പേഴ്സും. അപ്പോൾ അവർക്കൊക്കെ
ഹെൽപ്ഫുൾ ആവുന്ന കാര്യമാണ്. ഇപ്പോൾ നിങ്ങളൊരു പശുവിനെ വാങ്ങാൻ പോകുമ്പോൾ നിങ്ങളതിന് മുന്നായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ അവിടെ നേരത്തെ വാങ്ങിയവരൊക്കെ എക്സ്പീരിയൻസ് മേടിച്ചതിന് ശേഷം നിങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ ഇതിലെ കമൻറ്റിലായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് നല്ല ഒരു പശുവിനെ നല്ല ക്വാളിറ്റി നല്ല വിലയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഇനിയും വാങ്ങാൻ പോകുന്നവർക്ക് അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ 4 വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജുണ്ട്. ഫേസ്ബുക്ക് പേജിൽ തന്നെ നമുക്കായിട്ടൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, ആൾക്കാരുടെ ഡയറി ഫാമിംഗ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ. ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മുടെ 4ാമത്തെ ഗ്രൂപ്പിൽ ഏകദേശം ഒരു 200-ലധികം മെമ്പേഴ്സായി. നമുക്ക് മാക്സിമം 257 നമ്മുടെ ബാക്കി എല്ലാ ഗ്രൂപ്പും ഫുള്ളാണ്. ആ ഗ്രൂപ്പിലൊക്കെ ലിങ്കിൽ ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൊന്നും നിങ്ങൾക്ക് കയറിയാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കില്ല, കാരണം ഗ്രൂപ്പ് ഫുള്ളാണ്. ഇനി ആരെങ്കിലുമൊക്കെ ഇടയ്ക്ക് ലെഫ്റ്റായി പോകുന്ന സിറ്റുവേഷനിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലൊക്കെ കയറാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഇപ്പോൾ 3ാമത്തെ 4ാമത്തെ ഗ്രൂപ്പൊക്കെ വളരെ നല്ല രീതിയിൽ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. ഇപ്പോൾ 1ാമത്തെ 2ാമത്തെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ കുറച്ച് സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഡിസ്കഷൻ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ അതെന്താണെന്നറിയില്ല. അപ്പോൾ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് കാര്യങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും കാണില്ല, അതുകൊണ്ടായിരിക്കും. പക്ഷേ 3ാമത്തെ ഗ്രൂപ്പ് എപ്പോഴും നല്ല രീതിയിൽ ലൈവായിട്ട് പോവുകയാണ്. അതുപോലെ 4ാമത്തെ ഗ്രൂപ്പ് ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നു. ഏകദേശം ഒരു 200-ലധികം മെമ്പേഴ്സ് ആയിട്ടുണ്ട്. ഇതിൽ മാക്സിമം നമുക്കൊരു 50 ഫാമിലി മെമ്പേഴ്സും കൂടെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, കുഴപ്പമില്ല. അത് നിങ്ങൾ ജോയിനിൽ പെട്ടെന്ന് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് 5ാമത്തെ ഗ്രൂപ്പ് തുടങ്ങാം. ഒരു വിഷമവും ഇല്ല. നമുക്ക് ഇപ്പോൾ ഇതുപോലൊരു നമ്മുടെ ഒരു ഫാമിലി SMC സ്മാർട്ട് മീഡിയ ക്രിയേഷൻ ഫാമിലി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലുതാവും തോറും നമുക്ക് ഓരോ മെമ്പേഴ്സിനും അത് വളരെയധികം ഹെൽപ്ഫുൾ ആവും. അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചോദിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഗ്രൂപ്പുകളെല്ലാം തന്നെ. അപ്പോൾ ഒരുപാട് ആൾക്കാർ പുതുതായിട്ട് വരുന്ന അതായത് ഡയറി ഫാമിലിയായിട്ട് പുതുതായിട്ട് വരുന്ന ആൾക്കാരാണ് നമ്മുടെ മെമ്പേഴ്സിൽ കൂടുതലും. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അവരൊക്കെ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ വളരെ ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒന്നും അറിയാതെ ചെന്ന് നമ്മൾ ഡയറി ഫാമിലിയൊക്കെ എടുത്ത് ചാടുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് അബദ്ധങ്ങളും പറ്റാറുണ്ട്, ഒരുപാട് നഷ്ടങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. നമ്മുടെ ഈ ഗ്രൂപ്പിലൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പൊക്കെ തുടങ്ങിയതിൽ വെച്ചിട്ട്. എനിക്ക് വളരെ സന്തോഷം. ഒരിക്കലും ഞാൻ തുടങ്ങുന്ന സമയത്ത് ഇത്രയും രീതിയിൽ നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ ഇങ്ങനെ വിപുലമായിട്ട് പോകുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മുടെ ഒരു ഗ്രൂപ്പ് തന്നെ എങ്ങനെയെങ്കിലും 250 പേര് തികയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ തുടങ്ങിയ പെട്ടെന്ന് തന്നെ എല്ലാ ഗ്രൂപ്പുകളും ഫുള്ളായി. ഏകദേശം ഇപ്പം 4 ഗ്രൂപ്പ് കഴിഞ്ഞു. 5ാമത്തെ ഗ്രൂപ്പിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഫുള്ളായി കഴിയുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായും അടുത്ത 5ാമത്തെ ഗ്രൂപ്പ് തുടങ്ങും. അപ്പോൾ അതിൻ്റെ ലിങ്കുകളൊക്കെ ഞാൻ വരുന്ന വീഡിയോകളിലൊക്കെ തന്നെ ഇടുന്നുണ്ടായിരിക്കും. ഇതിൽ ഞാനിപ്പം 4ാമത്തെ ഗ്രൂപ്പിൻ്റെ ലിങ്കാണ് ഇടുന്നത്. ഇപ്പം കഴിഞ്ഞ ആഴ്ചകളായിട്ട് നമ്മൾ 2-3 ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുകയുണ്ടായി. ഇപ്പം വരും ആഴ്ചകളിലും നമ്മൾ ഇതേപോലെ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കും. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷനൊക്കെ ഞാൻ നേരത്തെ തന്നെ ഇപ്പോൾ വരുന്ന ക്ലാസ്സുകളുടെ അന്ന് തന്നെ തലേന്ന് രാവിലെ തന്നെ ഞാനതിൻ്റെ ഇൻഫർമേഷൻ നമ്മുടെ ചാനലിലൂടെയും അതുപോലെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ആയിരിക്കും ഞാനത് അനൗൺസ് ചെയ്യുന്നത്. അതിപ്പോൾ ഇന്ന് രാത്രി ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ക്ലാസ്സുകൾ ഏകദേശം ഒരു 8 മണി കഴിഞ്ഞിട്ടാണ് എടുക്കാറുള്ളത്. 8 മണി 9 മണി. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറാണ് ഷെഡ്യൂൾ ചെയ്തതെങ്കിലും മാക്സിമം ചിലപ്പം 1 മണിക്കൂർ വരെയൊക്കെ ആകാറുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഡിസ്കഷനും ഒക്കെ വെച്ചിട്ടാണ്. ഇപ്പോൾ മാക്സിമം ഞാൻ എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒന്നും സക്സസ് ആയിട്ടില്ല. ഇനി വരും ദിവസങ്ങളിൽ ഞാൻ എൻ്റേതായ രീതിയിൽ പല രീതിയിൽ ഞാൻ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്തിട്ട് ശ്രമിക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ സക്സസ് ആയി വരുവാണെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളും നമ്മൾ ഓരോ അപ്ഡേറ്റ്സ് വെച്ചിട്ട് നമ്മുടെ ഒരു പ്ലേലിസ്റ്റിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളും നമ്മളിനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ഒരുപാട് മെമ്പേഴ്സിന് നമുക്ക് കറക്റ്റ് സമയത്ത് ക്ലാസ്സിൽ കയറാൻ സാധിക്കുന്നില്ല എന്നറിയുന്നു. കാരണം ഗൾഫിലുള്ളവർക്കൊക്കെ നമ്മുടെ ഒരു സമയത്ത് മാനേജ് ചെയ്യുമ്പോൾ അവർക്ക് ആ സമയത്തൊക്കെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ക്ലാസ്സുകളും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ റെക്കോർഡിങ്ങും അതിൻ്റെ വ്യൂസൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒക്കെ കിട്ടുന്നവരെല്ലാം ആ സമയത്ത് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇതുവരെ സഹായിച്ചതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.